ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മളിന്നായിരിക്കുന്ന ഈ വിശുദ്ധമായ സ്ഥലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഓരോരുത്തരിലും തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ തെളിയിച്ചു തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധമായ പ്രതിസന്ധികളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാം. നമ്മെ കാണുന്ന ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നതെന്നുള്ള ആ അവബോധം നമ്മെ ഭരിക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇത്രത്തോളം അവിടുന്ന് നടത്തിയ വൻകൃപകൾക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ യാതൊരു വിധമായ അവകാശമോ അംഗീകാരമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ആയിരിക്കുന്നത്. പരിശുദ്ധന്മാരായ പിതാക്കന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ പ്രാർത്ഥന നമുക്ക് എപ്പോഴും കോട്ടയായിരിക്കട്ടെ. തിരുവചനത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആന്തരിക നയനങ്ങളെ നമുക്ക് തുറക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ ദിവസത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ തിരുവചനത്തിൻ്റെ ആഴമായ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്ക വിവേകം കൊണ്ടും പരിശുദ്ധാത്മ നൽവരം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഈ വിശുദ്ധമായ സ്ഥലത്തിൻ്റെ ആ വിശുദ്ധി ഞങ്ങളിലും ആർജിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധനായ പരിമല തിരുവേനിയുടെ വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിലും ആർജിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവെ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. യേശു തമ്പുരാനെ 3 തരത്തിലാണ് വിശുദ്ധർ സാക്ഷിച്ചിട്ടുള്ളത്. മശിഹായെ കണ്ണുനീരുകൊണ്ട് സാക്ഷിച്ചവരുണ്ട്. യാമം തോറും പ്രാർത്ഥനകളാലും നോമ്പും ഉപവാസവും ജീവിതചര്യകളാക്കിക്കൊണ്ട് യേശു തമ്പുരാനെ സാക്ഷിക്കുന്ന വിശുദ്ധരുണ്ട്. കണ്ണുനീരുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷിച്ച വിശുദ്ധരിൽ അഗ്രഗണ്യമായ സ്ഥാനം അലങ്കരിക്കുന്ന പിതാവാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. വിയർപ്പുകൊണ്ട് കർത്താവിനെ സാക്ഷിച്ചവരുണ്ട്. രണ്ടാമതായി ദൈവത്തെ സാക്ഷിച്ചത് വിയർപ്പുകൊണ്ടാണ്. അഹോരാത്രം അക്ഷീണം കർത്താവിൻ്റെ വേലയിൽ മുഴുകിക്കൊണ്ട് സ്വന്തം ശരീരത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്ത സ്ലീഹന്മാർ, പരിശുദ്ധ ഗണത്തിൽപ്പെട്ടവർ, ഇവരൊക്കെ വിയർപ്പുകൊണ്ടാണ് കർത്താവിനെ സാക്ഷിച്ചത്. മൂന്നാമതൊരു കൂട്ടർ സ്വന്തം രക്തം കൊണ്ടാണ് ക്രിസ്തുവിനെ സാക്ഷിച്ചത്. അവരാണ് സഹദയന്മാർ. പരിശുദ്ധന്മാരായ ഗീവർഗി സഹദായും ബഹനാൻ സഹദായും ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായവരെല്ലാം സ്വന്തം രക്തം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷിച്ചവരാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പരിശുദ്ധനായ പരിമല തിരുവേനിയെ പറ്റി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും
ഇന്ന് ജീവിക്കുന്നവരും സാക്ഷിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ? വിശുദ്ധയായ ദൈവമാതാവിനെ കുറിച്ച് അന്നുള്ളവരും ഇന്നുള്ളവരും സാക്ഷിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ദൈവാത്മാവുള്ള ഈ സ്ത്രീയെ പോലെ ഒരാളെ കാണാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, ഈ പറയുന്ന നമ്മെപ്പറ്റി ആരെങ്കിലും ഇങ്ങനെ സാക്ഷിക്കുന്നുണ്ടോ? ദൈവാത്മാവുള്ള ആ സ്ത്രീയെ പോലെ ഒരാളെ ഈ സമൂഹത്തിൽ കണ്ടുകിട്ടുമോ എന്ന് ചോദിക്കാറുണ്ടോ? ദൈവാത്മാവുള്ള ആ പുരുഷനെ പോലെ, ആ മകനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ എന്ന് ചോദിക്കാറുണ്ടോ? ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് ജോസഫിനെ പറ്റിയാണ് പറയുന്നത്. ദൈവാത്മാവുള്ള ജോസഫിനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ? ഇങ്ങനെ ഫറവോൻ സാക്ഷിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ സംഭവ പശ്ചാത്തലത്തിലേക്ക് നാം ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഫറവോ രാജാവ് ഒരു ദിവസം സ്വപ്നം കാണുകയാണ്. സമാനങ്ങളായ 2 സ്വപ്നങ്ങളാണ് കാണുന്നത്. അദ്ദേഹം നദീതീരത്ത് നിൽക്കുമ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശുക്കൾ കയറി വരുന്നു. ഇങ്ങനെ പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടു പിന്നാലെയായി പുഷ്ടിയില്ലാത്തതും വേണ്ടത്ര രൂപഗുണമില്ലാത്തതുമായ 7 പശുക്കളോടി കയറി വരുന്നു. രൂപഗുണമില്ലാത്ത മെലിഞ്ഞതായ 7 പശുക്കൾ, രൂപഗുണവും മാംസപുഷ്ടിയുമുള്ളതായ 7 പശുക്കളെ തിന്നുകളയുന്നു. ഇതായിരുന്നു ഒന്നാമതായി കണ്ട സ്വപ്നം. ഇതിനോട് സമാനമായ വേറൊരു സ്വപ്നം കൂടി കാണുന്നുണ്ട്. അതിപ്രകാരമാണ്: പുഷ്ടിയുള്ളതും നല്ലതുമായ 7 കതിരുകൾ ഒരു തണ്ടിൽ പൊങ്ങി വരികയാണ്. പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിരുകൾ. പിന്നാലെ കണ്ടതായ പുഷ്ടിയില്ലാത്ത കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞതായ 7 കതിരുകൾ പുഷ്ടിയുള്ള 7 കതിരുകളെ തിന്നുകളയുകയാണ്, വിഴുങ്ങിക്കളയുകയാണ്. ഫറവോൻ ഈ സ്വപ്നം കണ്ടതിനു ശേഷം വളരെയധികം ആകുലചിത്തനായി. കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഇതുപോലെ ഒരു സ്വപ്നം ഞാൻ കണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ അർത്ഥമൊന്ന് വ്യാഖ്യാനിച്ചു തരിക. കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാർക്കൊന്നും ഇതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ വേറൊരാൾ മുഖേന ജോസഫിനെ പറ്റി ഫറവോൻ അറിയുകയാണ്. ജോസഫ് എന്ന് പറയുന്നതായ വ്യക്തി സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാനും അതിന് അർത്ഥങ്ങൾ പറഞ്ഞു തരുവാനും തക്കവണ്ണം കഴിവുള്ള മനുഷ്യനാണ്. ഉടൻ തന്നെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, ജോസഫിനെ ഇഞ്ഞു കൊണ്ടുവരിക. ജോസഫ് ഉടൻ തന്നെ ഫറവോന്റെ സന്നിധിയിലെത്തി. ഫറവോൻ തൻ്റെ സ്വപ്നം ജോസഫിനെ അറിയിച്ചു. ജോസഫ് സ്വപ്നം കേട്ടതിന് ശേഷം ഫറവോനോട് പറഞ്ഞു, ഞാനല്ല സ്വപ്നം വ്യാഖ്യാനിക്കുന്നത്, ദൈവം, യഹോവയായ ദൈവം തന്നെ നിനക്ക് സ്വപ്നം വ്യാഖ്യാനിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫറവോന്റെ മുമ്പിൽ ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു. സ്വപ്നം ഇപ്രകാരമായിരുന്നു: അല്ലയോ ഫറവോനെ, അല്ലയോ മഹാരാജാവേ, ഇനിയും 7 വർഷം സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമായിരിക്കും. എന്നാൽ അതിനുശേഷമുള്ള 7 വർഷം ക്ഷാമത്തിൻ്റെ, അതിതീവ്രമായ ക്ഷാമത്തിൻ്റെ കാലഘട്ടമാണ്. നീ കണ്ടതായ
കൊഴുത്തതായ 7 പശുക്കൾ, നീ കണ്ടതായ പുഷ്ടിയുള്ള 7 കതിരുകൾ, ഇനിയും വരാനിരിക്കുന്നതായ സമ്പൽ സമൃദ്ധിയുടെ 7 വർഷത്തെയാണ് കാണിക്കുന്നത്. തൊട്ടു പിന്നാലെ വന്നതായ പുഷ്ടിയില്ലാത്ത 7 പശുക്കൾ, നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്നതായ 7 കതിരുകൾ, അത് സൂചിപ്പിക്കുന്നത് 7 വർഷത്തിന് ശേഷം ഉള്ളതായ 7 വർഷം വരാനിരിക്കുന്നതായ ക്ഷാമകാലഘട്ടത്തെയാണ്. സമ്പൽ സമൃദ്ധിയുടെ 7 വർഷങ്ങളെ ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ തിന്നുകളയുമെന്നുള്ളതാണ് ഈ 7 കൊഴുത്ത പശുക്കൾ, 7 കൊഴുത്ത പശുക്കളെ പുഷ്ടിയില്ലാത്ത 7 പശുക്കൾ തിന്നത്. 7 പുഷ്ടിയില്ലാത്ത കതിരുകൾ നല്ലതായ 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞതിന്റെ പിന്നിലെ ദർശനവും മറ്റൊന്നുമല്ല, ഇനിയും വരാനിരിക്കുന്നതായ ക്ഷാമത്തിന്റെ 7 വർഷം, അത് സമ്പൽ സമൃദ്ധിയുടെ അടുത്ത 7 വർഷങ്ങളെ വിഴുങ്ങിക്കളയുമെന്നുള്ള ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് രാജാവ് ഒരു കാര്യം ചെയ്യുക, ഏറ്റവും വിവേകവും കാര്യപ്രാപ്തിയുമുള്ളതായ ഒരാളെ ക്ഷാമകാലഘട്ടത്തിലെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ അളവന്യ ധാന്യങ്ങൾ ശേഖരിച്ച് കലവറയിലാക്കി വെക്കുവാൻ തക്കവണ്ണം ഒരാളെ കണ്ടുപിടിക്കുക. വിവേകമതിയായ കാര്യപ്രാപ്തിയുള്ള ഒരു മനുഷ്യനെ ആക്കി വെക്കുക. ഈ സ്വപ്നം ഇത്രയെല്ലാം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഫറവോൻ അടുത്ത് നിന്ന ഭൃത്യന്മാരോട് പറയുകയാണ്, നോക്കൂ നോക്കൂ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ, ദൈവാത്മാവുള്ള ജോസഫിനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ളൊരു സാക്ഷ്യം ആവശ്യമാണ്. ദൈവാത്മാവുള്ള മനുഷ്യനെന്ന് ജോസഫിനെ സൂചിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്. ജോസഫ് ദൈവാത്മാവുള്ള മനുഷ്യനാണെന്ന് ഫറവോൻ പറയുന്നതിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ ചില പ്രത്യേകതകൾ കണ്ടുകിട്ടും. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി ആ പ്രത്യേകതകൾ, ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ജോസഫിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. വലയുന്ന സാഹചര്യത്തിലും ഉലയാത്ത വിശ്വാസം. ജോസഫിൽ കാണുന്നത് അത് തന്നെയാണ്, വലയുന്ന സാഹചര്യത്തിലും ഉലയാത്ത വിശ്വാസം. നമ്മൾ നോക്കുമ്പോൾ ജോസഫിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ യാതനയുടെ, കഷ്ടങ്ങളുടെ, പ്രതിസന്ധിയുടെ നടുവിൽ കൂടിയാണ് ജോസഫ് കടന്നു വരുന്നത്. സ്വന്തം സഹോദരന്മാരാൽ തിരസ്കരിക്കപ്പെടുന്ന ഒരു കാഴ്ച. പോകട്ടെ, അവിടെ നിന്ന് പൊത്തീഫറിന്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ, പൊത്തീഫറിന്റെ അടുക്കൽ വീട്ടിൽ വന്നപ്പോൾ അവിടെയും സമാധാനം കൊടുത്തില്ല. അവിടെ പൊത്തീഫറിന്റെ ഭാര്യയുടെ പ്രലോഭനങ്ങൾ. പക്ഷേ അവിടെ തൻ്റെ വസ്ത്രം മാറ്റിവെച്ചിട്ട്, ഉരിഞ്ഞു കളഞ്ഞിട്ട് ജോസഫ് ഓടി രക്ഷപ്പെടുകയാണ്. വസ്ത്രങ്ങളായിരുന്നില്ല, മറിച്ച് അവൻ്റെ ദർശനങ്ങളായിരുന്നു അവൻ്റെ കൈമുതലായി ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഓടുന്നുണ്ട്. എന്നാൽ പൊത്തീഫറിന്റെ ഭാര്യ അവന് നേരെ അന്യായങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. അവിടെയും അവന് സമാധാനം ലഭിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ചോദിച്ചിരിക്കാം, എന്തുകൊണ്ടാണ് ജോസഫിന് ഇത്രയധികം പ്രയാസങ്ങൾ, ഇത്രയധികം പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ്? ദൈവത്തോട് കൂടെ ചേർന്ന് നടന്ന മനുഷ്യനാണ്. വേദപുസ്തകം തന്നെ സാക്ഷിക്കുന്നത് അവിടെയും യഹോവയോട് കൂടെയുണ്ടായിരുന്നതിനാൽ, യഹോവ അവനോട് കൂടെയിരുന്നതിനാൽ എല്ലാം അവന് നന്മയ്ക്കായി ഭവിച്ചിരുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ
എൻ്റെ ജീവിതത്തിൽ തരുന്നത്? അവിടെ എൻ്റെ വിശ്വാസം കൂടുതൽ പ്രജ്വലിക്കുകയാണോ, അതോ എൻ്റെ വിശ്വാസം, എൻ്റെ സത്യവിശ്വാസത്തിൽ ഞാൻ വ്യതിചലിക്കുകയാണോ? ഒരു ചോദ്യമായി ഇന്ന് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രതിസന്ധികൾ? ദൈവാത്മാവുള്ള മനുഷ്യനാണ് പരുമല തിരുമേനി. എന്തുകൊണ്ടാണ് കഠിനമായ രോഗങ്ങളാൽ അദ്ദേഹം വലയേണ്ടി വന്നത്? മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? നമ്മുടെ ജീവിതത്തിലും ചോദിക്കാവുന്നൊരു ചോദ്യമല്ലേ? അല്ലയോ കർത്താവേ, നാം ചോദിക്കുന്നില്ലേ? ഞാൻ എന്നും ദേവാലയത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? അല്ലയോ കർത്താവേ, എന്തുകൊണ്ടാണ് ഈ പ്രയാസങ്ങളുടെ നടുവിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുന്നത്? ജോസഫ് പക്ഷെ അത് ചോദിച്ചില്ല. ജോസഫിന് അറിയാമായിരുന്നു കഷ്ടതയിലൂടെയാണ് ദൈവമുഖം ദർശിക്കുവാനായി സാധിക്കുന്നത്. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടതയുടെ അവസ്ഥകൾ ക്രിസ്തുവിൻ്റെ കൂട്ടാളികളായി തീരുവാനുള്ള മനോഹരമായ അസുലഭമായ അവസരങ്ങളാണ്. വിസ്മരിക്കരുത്. ഒരു ചെറിയ അനുഭവം ഞാൻ ഓർക്കുകയാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു അധ്യാപിക പറഞ്ഞ തൻ്റെ അനുഭവം. പഠിപ്പിക്കാനുള്ള വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് അവർ അത്ര കാര്യമായിട്ട് പറഞ്ഞതല്ല, എന്തോ ഒരു ലോക്യം പറയുന്ന പോലെ പറഞ്ഞൊരു സംഭവമായിരുന്നു. കാലുകൾക്ക് വേണ്ടത്ര സ്വാധീനമില്ലാത്ത ഒരധ്യാപിക. അവർ യെരൂശലേമിൽ വിശുദ്ധ നാട് കാണുവാനായി പോയ അനുഭവമാണ് ഞങ്ങളുമായി പങ്കുവെച്ചത്. വിശുദ്ധ നാട്ടിൽ ചെന്നപ്പോൾ അവർ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരണമെന്ന് ആഗ്രഹിച്ചു. നമുക്കൊക്കെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് വിശുദ്ധ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരിക, അത് മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കുക. നമുക്ക് വളരെയധികം ആഹ്ലാദമുള്ളൊരു കാര്യമാണ്. അവർ ആഗ്രഹിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. യേശു തമ്പുരാൻ അനേകം ആടുകളുടെ ഇടയിൽ ഒരു നല്ല ഇടയനായി ഒരു ആട്ടിൻകുട്ടിയെ തൻ്റെ തോളിലെടുത്തിരിക്കുന്ന ചിത്രം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അല്ല ടീച്ചറെ, ആ ചിത്രം തന്നെ വേണമെന്നെന്താ ആഗ്രഹം? അത് പറയാം. അവർ പല കടകളിലും പോയി. ആദ്യം 1-2 കടകളിൽ ചെന്നു. ഈ ചിത്രം യേശു തമ്പുരാൻ അനേകം ആടുകളുടെ നടുവിൽ നിൽക്കുന്നു, ഒരു ആട്ടിൻകുട്ടിയെ തോളിൽ വഹിച്ചുകൊണ്ട്. 1-2 കടകളിൽ ചെന്നിട്ട് ഈ ചിത്രം കിട്ടിയില്ല. അടുത്തതായി ഒരു കടയിൽ ചെന്നപ്പോൾ ഈ ചിത്രം കിട്ടി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഈ ചിത്രം തന്നെ വേണമെന്ന് ആഗ്രഹിക്കുവാനുള്ള കാരണം എന്താണ് ടീച്ചറെ? ടീച്ചർ പറഞ്ഞു, ഈ ചിത്രം തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുവാനുള്ള കാരണം യേശു തമ്പുരാൻ തൻ്റെ തോളിൽ എടുത്തിരിക്കുന്നതായ ആ ആട്ടിൻകുട്ടി ഉണ്ടല്ലോ, ആ ആട്ടിൻകുട്ടി എന്നെ പോലെ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ആട്ടിൻകുട്ടിയാണ്. മുടന്തുള്ള ആട്ടിൻകുട്ടിയാവാം, ഒരുപക്ഷെ അവരുടെ തിയോളജി ആകാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ.
ആ മുടന്തുള്ള ആട്ടിൻകുട്ടി ആയതുകൊണ്ടാണ് യേശു തമ്പുരാൻ തൻ്റെ തോളോട് ചേർത്ത് ആ ആട്ടിൻകുട്ടിയെ വെച്ചിരിക്കുന്നത്. മുടന്തുള്ള ആട്ടിൻകുട്ടി ആയതുകൊണ്ടാവാം ആ യേശു തമ്പുരാൻ തൻ്റെ മാറോട് ആ ആട്ടിൻകുട്ടിയെ ചേർത്ത് വെച്ചിരിക്കുന്നത്. മറ്റുള്ള ആട്ടിൻകുട്ടികളെല്ലാം മേച്ചിൽപ്പുറത്ത് ചാടി നടക്കുകയാണ്. നല്ല ഇടയനായ യേശു ഒരു പക്ഷേ അതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുത്തത് ബലഹീനമായ ആട്ടിൻകുട്ടിയാണ്. ആ മുടന്തുള്ള ആട്ടിൻകുട്ടിക്കാണ് യേശു തമ്പുരാൻ്റെ മാറിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ആ ആട്ടിൻകുട്ടിക്കാണ് യേശു തമ്പുരാൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാനുള്ള അവസരം കിട്ടിയത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിഹാസങ്ങളും ദുഷികളും ഉണ്ടാകുമ്പോൾ, കഷ്ടതകളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ വിസ്മരിച്ചു പോകരുത്. യേശു തമ്പുരാൻ്റെ മാറോട് ചേർന്നിരിക്കുവാനുള്ള സുവർണ അവസരമാണത്. ആ ആട്ടിൻകുട്ടിയെ പോലെ യേശു തമ്പുരാൻ്റെ മാറോട് ചേർന്നിരിക്കുവാൻ നിന്റെ കുറവുകൾ തന്നെയാണ് കാരണം, നിന്റെ കഷ്ടതകൾ തന്നെയാണ് കാരണം. നീ അത് വിസ്മരിച്ചു പോകരുത്. വലയുന്ന സാഹചര്യത്തിലും ജോസഫിന്റെ വിശ്വാസം ഉലഞ്ഞു പോയില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നാം പാടുന്നത്, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലം ആയെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. പ്രിയമുള്ളവരെ, ഞെരുക്കത്തിൻ്റെ അപ്പമാണ് തിന്നേണ്ടി വന്നാലും, കഷ്ടത്തിൻ്റെ കണ്ണുനീർ നിനക്ക് കുടിക്കേണ്ടി വന്നാലും, നമ്മുടെ ദേഹി ദുഃഖത്താൽ ക്ഷയിക്കേണ്ടി വന്നാലും, എല്ലാം പ്രതികൂലമായാലും ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. നീ യാത്ര ചെയ്യേണ്ടത് ക്രൂശെ നോക്കിയാണ്. ക്രൂശിന്റെ അനുഭവവും കഷ്ടതകളിലൂടെയുള്ള മഹത്വമാണ്. നോ ക്രോസ് നോ ക്രൗൺ. കുരിശില്ലാതെ നിനക്ക് കിരീടമില്ല. ക്രിസ്തു ആ കുരിശിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയത് കൊണ്ടാണ്, കഷ്ടതകളിലൂടെ കടന്നുപോയത് കൊണ്ടാണ് രക്ഷാകരമായ ഉയർപ്പിന്റെ സന്തോഷം നിനക്കറിയിച്ചത്. 2008 ഓഗസ്റ്റ് മാസം 23-ാം തീയതി അന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത ഇപ്രകാരമായിരുന്നു. ഒറീസയിലെ ഒരു കുടുംബത്തിൽ തീവ്രവാദികൾ ചെന്നു. ക്രൈസ്തവരായി മാറിയ ആ കുടുംബത്തിലെ അംഗങ്ങളോട് പറയുകയാണ്, തീവ്രവാദികൾ ചെന്നിട്ട് പറയുക, നിങ്ങൾ മതവിശ്വാസം വിട്ടുകളയണം, നിങ്ങൾ ക്രിസ്തുവിനെ തിരസ്കരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ക്രിസ്തുവിനെ തിരസ്കരിക്കുവാനായി സാധിക്കുകയില്ല. ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് പ്രായമായ ഒരമ്മയും അവരുടെ മകനും മകന്റെ ഭാര്യയുമായിരുന്നു. അമ്മയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ യുവാവിനോട് പറഞ്ഞു, നിന്റെ അമ്മയെ കൊന്നുകളയും, നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കണം. ആ യുവാവ് പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാം, എൻ്റെ അമ്മയേക്കാൾ ഉപരിയല്ല എനിക്ക് യേശു. പോകട്ടെ.
അമ്മയോട് പറഞ്ഞു, നീ യേശുവിനെ ഉപേക്ഷിച്ച് പറയണം, അല്ലേ നിന്നെ കൊന്നുകളയും. അമ്മയും യേശുവിനെ ഉപേക്ഷിച്ചു. മൂന്നാമതായി പരിപൂർണ ഗർഭിണിയായ ആ സ്ത്രീയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിന്നെ കൊന്നുകളയും, നീ യേശുവിനെ ഉപേക്ഷിക്കണം. പക്ഷേ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, യേശുവിനെ ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെ ജീവനേക്കാൾ വലുതാണ് എൻ്റെ യേശു. ആ ക്രൂരന്മാരായ മനുഷ്യർ നിഷ്കളങ്കയായ ഈ സ്ത്രീയെ തൽക്ഷണം തന്നെ കൊന്നുകളയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്കാണ് ഈ തോക്ക് ചൂണ്ടുന്നത്. നീ യേശുവിനെ ഉപേക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. നമ്മുടെ പ്രതികരണം എപ്രകാരമാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പരിശുദ്ധന്മാർ അങ്ങനെയായിരുന്നില്ല. ശുദ്ധിമതിയായ മാതാവ് അങ്ങനെയായിരുന്നില്ല. മാതാവിനോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. കന്യകയായ സ്ത്രീ ഇതെങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അത് സാധ്യമാകും. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. അവിടെ അവൾ അനുഭവിച്ചത് സന്തോഷത്തിന്റെ അനുഭവങ്ങളായിരുന്നില്ല, ഭൗതികമായി ആത്മീയമായ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ അവിടെ ജീവിതത്തിൽ ഉണ്ടായി. അവിടം തൊട്ട് കഷ്ടതയുടെ അനുഭവങ്ങളായിരുന്നു കാൽവറി കുരിശ് വരെ. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കിയാൽ എന്തുകൊണ്ടാണ് ഈ കഷ്ടതകൾ, എന്തുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾ? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസം ഏറ്റവും അധികം പ്രജ്വലിക്കുവാൻ തക്കവണ്ണം, ഏറ്റവും അധികം ശക്തമാവുവാൻ തക്കവണ്ണം കഷ്ടതയുടെ അനുഭവങ്ങളാണ് നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, അല്ലയോ ദൈവമേ, ഞാൻ കഷ്ടതയിലാകുന്നതിന് മുമ്പ് നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നീ എൻ്റെ അനുഭവമായി മാറി, നീ എൻ്റെ ജീവന്റെ ജീവനായി മാറി. നമുക്കും പറയുവാനായി സാധിക്കുമോ, അല്ലയോ കർത്താവേ, എൻ്റെ കഷ്ടതകളാണ് നിന്നെ എൻ്റെ ജീവന്റെ ജീവനാക്കി മാറ്റിയത്. ഏവർക്കും ഒരു പക്ഷേ സുപരിചിതമായ ഒരു കഥയുണ്ട്. ഒരു പോയറ്റ്, ഒരു കവി ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം ഇപ്രകാരമായിരുന്നു. ആ മനുഷ്യൻ കടൽ തീരത്തുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം 4 കാൽപാദങ്ങളാണ് കാണുന്നത് തൻ്റെ സ്വപ്നത്തിൽ. അദ്ദേഹം തന്നെ മനോഹരമായി പറയുകയാണ്, അല്ലയോ ദൈവമേ, ഈ 4 കാൽപാദങ്ങൾ എന്ന് പറയുന്നത് 2 കാൽപാദങ്ങൾ എൻ്റെ കാൽപാദങ്ങളാണ്, മറ്റു 2 കാൽപാദങ്ങൾ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കാൽപാദങ്ങളാണ്. കുറെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ 4 കാൽപാദങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അല്പം പ്രശ്ന സങ്കീർണമായ പ്രതിസന്ധികൾ നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ 2 കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഈ മനുഷ്യൻ ദൈവത്തോട് പരിഭവപ്പെടുകയാണ്, അല്ലയോ ദൈവമേ, എൻ്റെ പ്രശ്നസങ്കീർണമായ പാതയിൽ കേവലം 2 കാൽപാദങ്ങൾ, അതായത് എൻ്റെ 2 കാൽപാദങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളല്ലോ. നിന്റെ കാൽപാദങ്ങൾ എവിടെയാണ്? നീ എവിടെയാണ്? എൻ്റെ പ്രശ്നസങ്കീർണമായ വേളയിൽ ഈ 2 കാൽപാദങ്ങൾ, എൻ്റെ കാൽപാദങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നീ എവിടെയാകുന്നു? ദൈവം ആ മനുഷ്യനോട് പറയുക, അല്ലയോ മകനെ, നിന്റെ പ്രശ്നസങ്കീർണമായ വേളയിലൂടെ നീ കടന്നുപോയപ്പോൾ നീ കണ്ടതായ 2 കാൽപാദങ്ങൾ അത് നിന്റെ കാൽപാദങ്ങളല്ല.
അത് എൻ്റെ കാൽപാദങ്ങളാണ്, എൻ്റെ കാൽപാദങ്ങളാണ് നീ കണ്ടത്. തിരിച്ചാ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുക, അല്ലയോ ദൈവമേ, അപ്പോൾ ഞാൻ എവിടെയായിരുന്നു? എൻ്റെ കാൽപാദങ്ങൾ കാണാതിരിക്കുവാൻ തക്കവണ്ണം ഞാൻ എവിടെയായിരുന്നു? അപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, അല്ലയോ മകനെ, നിന്നെ ഞാൻ എൻ്റെ തോളിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ കാൽപാദങ്ങൾ നീ കാണാതെ പോയത്. നീ എൻ്റെ തോളിലായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ കാൽപാദങ്ങൾ കാണാതെ പോയത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്ന സങ്കീർണമായ വേളയിൽ, നമ്മുടെ ദുരിതങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ തോളിലായിരിക്കുവാനുള്ള സുവർണ അവസരമാണ്. അതുകൊണ്ട് ഏകാന്തമായി തിരുസനയിലൊന്ന് ധ്യാനിക്കാം. അല്ലയോ ദൈവമേ, ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ സാധിക്കും, നിന്റെ തിരുവചനങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പാടിയത്, നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവാത്മാവുള്ള മനുഷ്യനായ ജോസഫിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, വലയുന്ന സാഹചര്യത്തിലും ഉലയാത്ത വിശ്വാസമാണ്. ദൈവാത്മാവുള്ള നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ മാമോദീസായിലൂടെ ദൈവാത്മാവിനെ ഉൾക്കൊണ്ട നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസം ഏറ്റവും ശക്തമാകട്ടെ. ദൈവാത്മാവുള്ള മനുഷ്യന്റെ രണ്ടാമത്തെ പ്രത്യേകത, സാധ്യതകളെ തിരിച്ചറിയുന്ന മഹനീയതയാണ്. സാധ്യതകളെ തിരിച്ചറിയുന്ന അനുഭവമാണ്. അതാണ് ദൈവാത്മാവുള്ള മനുഷ്യന്റെ രണ്ടാമത്തെ പ്രത്യേകത. 7 വർഷക്കാലം ക്ഷാമമുണ്ടാകും. ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, 7 വർഷക്കാലം ക്ഷാമമുണ്ടാകും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജോസഫിന് തൻ്റെ നിലപാടുകൾ ക്രിയാത്മകമാക്കണമെന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഫറവോനോട് പറയാം, അല്ലയോ രാജാവേ, സമ്പൽ സമൃദ്ധിയുടെ 7 വർഷത്തിന് ശേഷമുണ്ടാകുന്ന 7 കാലഘട്ടം, 7 വർഷം ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമാണ്, ക്ഷാമത്തിന്റെ കാലയളവാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, 7 വർഷം നല്ല സമ്പൽ സമൃദ്ധിയാണല്ലോ, തിന്നാം, കുടിക്കുക, ആനന്ദിക്കുക. ഇനി 7 വർഷം ക്ഷാമമാണ്. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഈ അവസരം ഫലപ്രദമായി ഉപയോഗിക്കുക. നമുക്ക് ആർഭാട സമന്വയമായ ജീവിതം നയിക്കാം. ജോസഫിന്റെ നിലപാട് അങ്ങനെയായിരുന്നില്ല. രണ്ടാമത് വേറൊരു നിലപാട് അവൻ എടുക്കാം. 7 വർഷത്തെ സമ്പൽ സമൃദ്ധിക്ക് ശേഷം ക്ഷാമത്തിന്റെ 7 കാലഘട്ടമാണല്ലോ എന്ന് ചിന്തിക്കാം. ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും, ക്ഷാമത്തിന്റെ കാലയളവിൽ എങ്ങനെ ജീവിക്കും, പട്ടിണിയാകുമല്ലോ. നമ്മുടെ ഇന്നത്തെ രീതി ചിന്തിച്ചാൽ എങ്ങനെയാ ജീവിക്കുന്നത്? ഒരു കരുതൽ ധനമില്ലാതെ. മക്കളൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കണം, മെഡിസിൻ അഡ്മിഷൻ കിട്ടിയാൽ അതിന് വിടണം. ഇതൊക്കെ എങ്ങനെ സാധിക്കും?
അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനെപ്പറ്റി ഓർത്ത് ആകുലപ്പെടാം. അങ്ങനെയുള്ളൊരു നിലപാടായിരുന്നില്ല. തികച്ചും പോസിറ്റീവായ, ക്രിയാത്മകമായ, പ്രയോജനാത്മകമായ ഒരു നിലപാടായിരുന്നു ജോസഫിനുണ്ടായിരുന്നത്. ജോസഫ് പറഞ്ഞു, ഇപ്പോൾ നമുക്കുള്ള സാധ്യതകൾ എന്താണ്? അത് നമ്മൾ കണ്ടെത്താം. ഇപ്പോൾ ഈ സമ്പൽ സമൃദ്ധിയുടെ 7 കാലഘട്ടം, ആ 7 വർഷം ദേശത്തിലെ വിളവിൽ നിന്ന് കിട്ടുന്നതിന്റെ പരമാവധി ശേഖരിക്കാം. ഉൽപ്പത്തി പുസ്തകം 41:49 കാണുന്നു, അവൻ കടൽക്കരയിലെ മണൽ പോലെ എത്രയും വലിയ ധാന്യം ശേഖരിച്ചു. അവൻ കടൽക്കരയിലെ മണൽത്തരി പോലെ ധാന്യം ശേഖരിച്ചു. ജോസഫിന്റെ നിലപാട് അങ്ങനെയായിരുന്നു. ഒരു പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു, നിഷേധാത്മകമായ നിലപാടല്ല. പ്രിയമുള്ളവരെ, ദൈവാത്മാവുള്ള ഒരു മനുഷ്യന്റെ പ്രത്യേകതയാണ് സാധ്യതകളെ തിരിച്ചറിയുക എന്നുള്ളത്. പരിശുദ്ധന്മാർക്കെല്ലാം അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. പരിശുദ്ധനായ പരുമല തിരുമേനി ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇവിടുത്തെ അനുഭവം ഇന്നത്തെ പോലെയുള്ള ആയിരുന്നില്ല, തികച്ചും വ്യത്യസ്തമായിരുന്നു. കാടുകൾ കയറിക്കിടക്കുന്ന സ്ഥലം, പലതരമായ വിപരീതമായ പ്രവർത്തനങ്ങളും പ്രവണതകളുമുള്ളതായ ഒരു സ്ഥലം. അവിടേക്കാണ് പരുമല തിരുമേനി വന്നത്, അവിടേക്കാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന്റെ ദർശനം വളരെ വലുതായിരുന്നു. കാഴ്ചകൾക്കപ്പുറം കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ സാധ്യതകളെ തിരിച്ചറിയുവാനായി സാധിക്കുകയുള്ളൂ. അവരെയാണ് നമ്മൾ ദർശകരെന്നും ദാർശനികരെന്നും ഒക്കെ പറയുന്നത്. നമ്മുടെ കാഴ്ചയുടെ ആ ഒരു തലത്തിൽ അപ്പുറമാണ് അവരുടെ കാഴ്ച. കാഴ്ചകൾക്കപ്പുറമുള്ള കാഴ്ചയാണല്ലോ ദർശനം. ജോസഫിന് അതുണ്ടായിരുന്നു. ജോസഫ് കാഴ്ചകൾക്കപ്പുറം കാഴ്ചകൾ കണ്ടു. കടൽക്കരയിലെ മണൽത്തരി പോലെ ധാന്യം ശേഖരിച്ചു. നമ്മുടെ ജീവിതത്തിലും സാധ്യതകളെ കണ്ടെത്തുവാൻ നാം ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ പറ്റി, നമ്മുടെ കുടുംബത്തെ പറ്റി, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി, ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യമാണല്ലോ തന്നത് എന്ന് ദൈവത്തോട് വഴി പറയാതെ, എനിക്ക് ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയാണല്ലോ തന്നത് എന്ന് ദൈവത്തോട് വഴി പറയാതെ, പഠനത്തിൽ അതീവ സമർത്ഥന്മാരല്ലാത്ത, സാമർഥ്യമില്ലാത്ത മക്കളെയാണല്ലോ എനിക്ക് തന്നത് എന്ന് ദൈവത്തോട് വഴി പറയാതെ, ദൈവമേ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളെയാണല്ലോ തന്നത്, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സാധ്യതകൾ നീ എനിക്ക് തന്നല്ലോ എന്ന് ദൈവത്തോട് പറയുവാനായി സാധിക്കുന്നുണ്ടോ? ഒരു ആപ്പിളിൽ എത്ര കുരുക്കളുണ്ട് എന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കും. പക്ഷേ ഭാവിയിൽ ആ വിത്തിൽ നിന്ന് എത്ര ആപ്പിൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ദൈവം തമ്പുരാന് മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിലെ സാധ്യതകൾ, നമ്മുടെ ഭവനങ്ങളിലെ സാധ്യതകൾ, നമ്മുടെ ജീവിത പങ്കാളിയിലെ സാധ്യതകൾ, നമ്മുടെ മക്കളിലെ സാധ്യതകൾ, നമ്മളിൽ തന്നെയുള്ള സാധ്യതകൾ ഒന്ന് കണ്ടെത്തുകേ. നിനക്ക് നന്നായി ഒന്ന് പുഞ്ചിരിക്കാൻ അറിയുമെങ്കിൽ അത് വലിയ സാധ്യതയാണ്. അനേകർക്ക് ആശ്വാസം നൽകുന്നതാണ് നിന്റെ പുഞ്ചിരി. നിനക്ക് അല്പം തോറ്റുകൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയ സാധ്യതയാണ്. ക്രിസ്തു പോലും കുരിശിൽ തോറ്റുകൊടുക്കുകയായിരുന്നു. ആത്യന്തികമായ വിജയത്തിന് വേണ്ടി കുരിശിൽ തോറ്റുകൊടുക്കുകയായിരുന്നു. ഈ മനുഷ്യരെല്ലാം പഴി പറഞ്ഞപ്പോൾ, ദുഷികൾ പറഞ്ഞപ്പോൾ, അവിടെയെല്ലാം ക്രിസ്തുവിന്റെ നിലപാട് ശാന്തമായി സൗമ്യമായി അതിനെ നേരിടുക എന്നുള്ളതാണ്.
ഒന്നോർത്തു നോക്കിയേ. 1 പറഞ്ഞാൽ 9 പറയുവാനായിട്ട് ക്രിസ്തുവിന് സാധിക്കും. പക്ഷേ അതിലൊക്കെ വളരെയധികം കരുത്തും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ മാത്രമേ സഹനശക്തിയോടെ സൗമ്യതയോടുകൂടി നിശബ്ദരായിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിൽ ഓർക്കുക, നിന്നെ ആരെങ്കിലും പഴി പറയുമ്പോൾ തിരിച്ചു പഴി പറയുവാനായിട്ട് എളുപ്പമാണ്. എന്നാൽ അല്പം ക്ഷമിക്കണമെങ്കിൽ അസാമാന്യമായ കരുത്ത് വേണം. അസാധാരണമായ സാധാരണത്വമുള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അവിടെയാണ് നിന്റെ കഴിവ്. 1 പറയുമ്പോൾ 9 പറയുന്നതാണ് നിന്റെ കഴിവെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ അത് വെറുതെയാണ്. അത് ആർക്കും സാധിക്കും. എന്നാൽ സഹനശക്തിയോടുകൂടി അതിനെ നേരിടുന്നതാണ് നിന്റെ കഴിവ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ സാധ്യതകളെ കണ്ടെത്താം. അങ്ങനെയെങ്കിൽ നമുക്ക് ചേർന്ന് പാടാൻ സാധിക്കും. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, നാളെയെ ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ രണ്ടാമത്തെ പ്രത്യേകത സാധ്യതകളെ തിരിച്ചറിയുന്ന മാഹാത്മ്യമാണ്. ജോസഫിൽ അത് കണ്ടു, പരുമല തിരുമേനിയിൽ അത് കണ്ടു, മാതാവിൽ അത് കണ്ടു. നമ്മുടെ ജീവിതത്തിലും അത് കാണണം. ദൈവാത്മാവുള്ള മനുഷ്യന്റെ മൂന്നാമത്തെ പ്രത്യേകത, ജോസഫിൽ നമ്മൾ ദർശിക്കുന്ന ആ പ്രത്യേകത, പ്രതികാര സാധ്യതകളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഉപകാരമാണ്. പ്രതികാര സാധ്യതകളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഉപകാരമാണ് ദൈവാത്മാവുള്ള മനുഷ്യന്റെ പ്രത്യേകത. പക തീർക്കാനുള്ള സുവർണ അവസരമായിരുന്നു ജോസഫിന് കിട്ടിയത്. തന്നെ ചതിച്ചതായ, തനിക്ക് നേരെ ആരോപണങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ തന്നെ വിറ്റുകളഞ്ഞതായ സഹോദരന്മാരാണ് ഇപ്പോൾ ഇവന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. തങ്ങളുടെ നാട്ടിൽ ക്ഷാമമുണ്ടായതുകൊണ്ട് മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ജോസഫിന്റെ സഹോദരങ്ങളെല്ലാം എത്തുന്നുണ്ട്. ജോസഫ് ആദ്യം അവർക്ക് പരിചിതഭാവം കാണിച്ചില്ല അവരോട്. എന്നാൽ പിന്നീട് ജോസഫിന് തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ജോസഫ് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സഹോദരനാണ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്ങനെയാണ് എത്തിയതെന്നും ഇപ്രകാരമായി തീർന്നെന്നും എല്ലാം പറയുന്നുണ്ട്. സഹോദരന്മാർ ഇവനെ മനസ്സിലാക്കുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷം യാക്കോബ് മരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, യാക്കോബിന്റെ മരണശേഷം സഹോദരന്മാരെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് പറയുകയാണ്, നമ്മുടെ സഹോദരനായ ജോസഫ് അവൻ നമ്മളോട് ഒരുപക്ഷെ പ്രതികാരം ചെയ്യും. അല്പം മുമ്പ് വരെ ആയിരുന്നെങ്കിൽ
മോനെ ജോസഫേ, നീ സഹോദരന്മാരോട് പക തീർക്കരുതെന്ന് പറയുവാൻ അപ്പനുണ്ടായിരുന്നു. അപ്പോൾ അപ്പൻ മരിച്ചുപോയി. എന്തു ചെയ്യും? ഈ സഹോദരന്മാരെല്ലാം കൂടെ ചെന്ന് ജോസഫിന്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, അല്ലയോ യജമാനനെ, ഞങ്ങൾ നിനക്ക് അടിമകളാണ്, നീ ഞങ്ങളോട് പകയൊന്നും വെച്ച് പൊറുക്കരുതേ, ഞങ്ങളോട് പക തീർക്കരുതേ എന്ന് പറയുന്നുണ്ട്. ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മുമ്പാകെ വീഴുകയാണ്. 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ജോസഫ് പറയുന്ന വാക്കാണ്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം നിരൂപിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ സകല ജനത്തിനും ഉപകാരം ലഭിക്കേണ്ടതിന്, ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ നന്മയാക്കി തീർത്തു. പക തീർക്കാനുള്ള സുവർണ അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ജോസഫ് അതിന് തയ്യാറായില്ല. ജോസഫ് സഹോദരന്മാരോട് പക തീർക്കാനായിട്ട് ശ്രമിച്ചില്ല. എന്ന് മാത്രമല്ല, പ്രതികാരിയാകേണ്ടിടത്ത് അധികാരിയായി ഇവൻ ഉപകാരിയായി മാറുകയാണ്. പ്രതികാര സാധ്യതകളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഉപകാരമാണ് ദൈവാത്മാവുള്ള മനുഷ്യന്റെ മൂന്നാമത്തെ പ്രത്യേകത. അത് ജോസഫിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവാത്മാവുള്ള മനുഷ്യന്റെ മൂന്നാമത്തെ പ്രത്യേകത പ്രതികാര സാധ്യതകളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഉപകാരമാണ്. ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന കാലം. ഒരു തുർക്കി പട്ടാളക്കാരൻ ഒരു അർമീനിയൻ ഭവനത്തെ ആക്രമിക്കുകയാണ്. ഒരു ക്രൈസ്തവ കുടുംബമായിരുന്ന അർമീനിയയിലെ ഒരു കുടുംബത്തെ ആക്രമിക്കുക. അവിടെ ഉണ്ടായിരുന്നത് മാതാവും പിതാവും 2 മക്കളുമായിരുന്നു. ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയും. ഈ പട്ടാളക്കാരൻ, തുർക്കി പട്ടാളക്കാരൻ, ഈ മാതാവിനെയും പിതാവിനെയും ഈ ആൺകുട്ടിയെയും വളരെ നിഷ്കരുണം കൊലപ്പെടുത്തുകയാണ്. മൂന്നുപേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഈ യുവതിയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നാൽ ഭാര്യയാക്കുവാനായി ശ്രമിച്ച ഈ യുവതി അതിനെ സമ്മതിക്കാതെ അവൾ രക്ഷപ്പെട്ട് ഒരു നേഴ്സിംഗ് ക്യാമ്പിലെത്തുകയാണ്. അവിടെ അവൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ചു. കാലങ്ങൾ പലത് കടന്നുപോയി. ഒരു ദിവസം ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഇവളുടെ അടുക്കിലേക്ക് യുദ്ധത്തിൽ പരുക്കേറ്റ ഒരു മൃതപ്രായനായ ഒരു പട്ടാളക്കാരനെ കൊണ്ടുവരികയാണ്. അവൾ ഈ പട്ടാളക്കാരന് നല്ല ശുശ്രൂഷകൾ നൽകി. ശുശ്രൂഷകളൊക്കെ ലഭിച്ചതിന് ശേഷം പ്രത്യേക പരിചരണങ്ങൾ കൊടുത്തു. അതിനുശേഷം ഈ മനുഷ്യൻ സുഖമായി വീട്ടിലേക്ക് പോകാനായി തുടങ്ങിയാണ്. അങ്ങനെ ഇരിക്കുന്ന യാത്ര ചോദിച്ച്, ഈ യുവതിയോട് യാത്ര ചോദിച്ച് പോകാൻ തുടങ്ങുന്ന അവസരത്തിൽ ഈ യുവതി ഇയാളോട് പറയുക, പ്രിയ സഹോദര, ഒന്ന് നിൽക്കണേ. ആ മനുഷ്യൻ അല്പസമയം അവിടെ നിന്നു. ആ യുവതി ചോദിക്കുകയാണ്, അല്ലയോ സഹോദര, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? അയാൾ പറയുന്നു, ഞാൻ പലരെ കാണുന്നുണ്ട്, നീ ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു നേഴ്സ് എന്നതിലുപരിയായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നും നിന്നെ ഇല്ല. അങ്ങനെയല്ല, അങ്ങനെയുള്ള ഒരു പരിചയമല്ല നമ്മൾ തമ്മിലുള്ളത്. നമ്മൾ തമ്മിൽ വലിയൊരു പരിചയമുണ്ട്. യുവതി തൻ്റെ കഥ പറയുകയാണ്. അല്ലയോ സഹോദര, ഒരിക്കൽ 1-ാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടത്തിൽ ഒരു അർമീനിയൻ ഭവനത്തിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ തട്ടിയെടുക്കുവാൻ വേണ്ടി അവളുടെ മാതാവിനെയും പിതാവിനെയും ഏക സഹോദരനെയും കൊന്നയൊരു സംഭവം ഓർമ്മയുണ്ടോ? അയാൾ
ഓർത്തെടുക്കുവാനായി ശ്രമിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്. ഓർമ്മകൾ അയവിറക്കിയിട്ട് അയാൾ പറയുകയാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയ സഹോദര, അന്ന് നീ തട്ടിക്കൊണ്ടുപോയതായ ആ പെൺകുട്ടിയാണ് ഈ ഞാൻ. എൻ്റെ സഹോദരനെയും എൻ്റെ മാതാവിനെയും പിതാവിനെയുമായിരുന്നു നീ ക്രൂരമായി കൊന്നൊടുക്കിയത്. പ്രിയമുള്ളവരെ, ഈ യുവാവായ മനുഷ്യൻ അന്താളിച്ചു നിൽക്കുകയാണ്. ഈ മനുഷ്യൻ തിരിച്ച് ഈ സ്ത്രീയോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അല്ലയോ സഹോദരി, മൃതപ്രായനായി എന്നെ നീ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രൂരതകൾ നിന്നോട് കാണിച്ചതായി എന്നെ എന്തുകൊണ്ടാണ് നീ ശുശ്രൂഷിക്കുന്നത്? ശുശ്രൂഷിച്ചത് എന്തുകൊണ്ടാണ്? അന്ന് തന്നെ നിനക്ക് എന്നെ കൊലപ്പെടുത്താമായിരുന്നു. അതിനുള്ള സുവർണ അവസരമല്ലേ നിന്റെ കയ്യിൽ കിട്ടിയത്? നീ എന്തുകൊണ്ടാണ് അത് ഫലപ്രദമായി ഉപയോഗിക്കാഞ്ഞത്? ഈ യുവതി പറയുകയാണ്, അങ്ങനെയല്ല സഹോദര, അങ്ങനെയല്ല. കാൽവറിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പിതാവേ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതാ എന്ന് ഇവർക്കറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ അവർണ്ണനീയമായ അതുല്യമായ സ്നേഹമാണ് എന്നെ ഇതിനൊക്കെ നിർബന്ധിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിൽ, ഇടവക തലത്തിൽ, സാമൂഹിക തലത്തിൽ, നാം ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ ഒക്കെയും പ്രതികാരം ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ നിലപാട് എങ്ങനെയാണ്? എപ്രകാരമുള്ള നിലപാടാണ്? നാം ഒന്ന് ധ്യാനിക്കുക. പ്രതികാര സാധ്യതകളിൽ അതിനെ വിസ്മരിക്കുവാന് അപാരമായ കഴിവ് വേണം. ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരെ മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ, ഇവൻ ദൈവാത്മാവുള്ള മനുഷ്യനാണ് എന്ന്. അതുകൊണ്ടാണ് ഫറവോൻ പറഞ്ഞത്, ജോസഫ് ദൈവാത്മാവുള്ള മനുഷ്യനാണ്. നമുക്ക് പറയുവാനായി സാധിക്കും, പരിമല തിരുമേനി ദൈവാത്മാവുള്ള മനുഷ്യനാണ് എന്ന്. താൻ സഞ്ചരിച്ചിരുന്നതായ രഥത്തിന് നേരെ ആക്ഷേപിച്ചുകൊണ്ട് ചാണകവും മറ്റും എറിഞ്ഞതായ വ്യക്തികളോട് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു വലിയ പിതാവായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. നമ്മുടെ ജീവിതത്തിലും ഈ നല്ല നല്ല മാതൃകകൾ നമുക്കും അനുവർത്തിക്കുവാനായി ശ്രമിക്കാം. ദൈവാത്മാവുള്ള മനുഷ്യന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് പ്രതികാര സാധ്യതകളെ വിസ്മരിച്ചു കൊണ്ടുള്ള ഉപകാരം. നമ്മുടെ കുടുംബജീവിതത്തില്, നമ്മുടെ സാമൂഹിക ജീവിതത്തില്, കർമ്മമണ്ഡലങ്ങളില് ചിന്തിക്കുക. പക തീർക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടാവും. അതിനെ വിസ്മരിച്ചുകൊണ്ട്, പ്രതികാര സാധ്യതകളെ വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. ദൈവാത്മാവുള്ള മനുഷ്യന്റെ മൂന്നാമത്തെ പ്രത്യേകത ജോസഫിൽ കണ്ടതും അത് തന്നെയായിരുന്നു. പകരം വീട്ടുവാനായിട്ടല്ല, കരങ്ങൾ നീട്ടുവാനായിട്ടാണ് ദൈവം നമ്മെ പഠിപ്പിച്ചത്. പകരം വീട്ടുന്നവർക്ക് മുമ്പിൽ കരങ്ങൾ നീട്ടി, പടവെട്ടിയവർക്ക് മുമ്പിൽ പാദവെട്ടി. ആ നല്ല മാതൃകയിൽ നമുക്കും അനുവർത്തിക്കാം. ദൈവാത്മാവുള്ള മനുഷ്യന്റെ നാലാമത്തെ പ്രത്യേകത, ജോസഫിൽ കാണുന്ന വലിയ പ്രത്യേകത, വിജയാരവങ്ങൾ ഉയർത്താത്ത ജീവിതചര്യയാണ്. വിജയാരവങ്ങൾ ഉയർത്താത്ത ജീവിതചര്യയാണ്. ഇവിടെ വിജയാരവങ്ങൾ ഉയർത്താനായിട്ടുള്ള ഒരു വലിയ അവസരം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ എനിക്ക് നേരെ പ്രതികാരം ചെയ്തവരെ മുട്ടുമടക്കി. ഈ സഹോദരന്മാർ വന്നപ്പോൾ അവരോട് പറഞ്ഞില്ല, അല്ലയോ സഹോദരന്മാരെ,
നിങ്ങളെല്ലാരും കൂടിയല്ലയോ എന്നെ ഉപദ്രവിച്ചത്? എന്നെ നശിപ്പിക്കാനായി ശ്രമിച്ച നിങ്ങളല്ലേ? ഇന്ന് കണ്ടോ, ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയായി. സിംഹാസനം കൊണ്ട് മാത്രമേ ഉള്ളൂ പറവോൻ എനിക്ക് മേളിൽ, ബാക്കി എല്ലാത്തിനും ഞാൻ പരമാധികാരിയാണ്. നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടു നോക്ക് എന്നൊരു വിജയാരവം ഒരിക്കലും ജോസഫ് ഉയർത്തിയില്ല. അഹങ്കാരിയായില്ല. സഹോദരന്മാർക്ക് നേരെ വിജയാരവങ്ങൾ ഉയർത്തിയില്ല. നമ്മുടെ ജീവിതത്തിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കും വിജയങ്ങളുണ്ടാകാം. നാം അവിടെ അഹങ്കാരിയായി, നിന്റെ കുറവുകൾ കൊണ്ടാണ് നിനക്കിതൊക്കെ സംഭവിച്ചത് എന്ന് മറ്റുള്ളവരോട് നാം പറയാറുണ്ടോ? നീ ശരിയാകാത്തത് കൊണ്ടാണ് നിനക്ക് ഈ കഷ്ടതകൾ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നാം സ്വയം അഹങ്കരിക്കാറുണ്ടോ? ചിന്തിച്ചു നോക്കുക. ഇവിടെ ജോസഫ് വിജയാരവം ഉയർത്തിയില്ല. വിജയാരവങ്ങൾ ഉയർത്താനുള്ള മഹനീയമായ അവസരം ഉണ്ടായിരുന്നു. അസുലഭമായ അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. സഹോദരന്മാർക്ക് നേരെ വിജയാരവങ്ങൾ ഉയർത്താമായിരുന്നു. ഇവിടെ നടത്തിയില്ല. യേശു തമ്പുരാനും അപ്രകാരമായിരുന്നു. തന്നെ കുരിശിച്ചവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഉയർപ്പിന് ശേഷം യേശുവിന് വന്നിട്ട് പീലാത്തോസിന്റെയും ഹെരോദാവിന്റെയും ഒക്കെ അരമനയിൽ ചെന്നിട്ട്, അല്ലയോ ഹെരോദാവേ, അല്ലയോ പീലാത്തോസേ, നിങ്ങൾ എല്ലാം കൂടെ അല്ലായിരുന്നു 3 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കുരിശിച്ചത്? കയ്യപ്പ ഉൾപ്പെടെയുള്ള പുരോഹിത ഗണത്തിന്റെ അറമ്പിൽ ചെന്നിട്ട്, തന്നെ കളിയാക്കിയ ജനസഹസ്രത്തിന് മുമ്പിൽ ചെന്നിട്ട് യേശു തമ്പുരാൻ ഒരു പക്ഷെ ചോദിക്കാമായിരുന്നു, നിങ്ങളൊക്കെയല്ലേ എന്നെ ഈ മിനിഞ്ഞാന്ന് ആ വെള്ളിയാഴ്ച നിങ്ങളെല്ലാം കൂടെ അല്ലേ എന്നെ ആക്ഷേപിച്ചത്? എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ഞാൻ ഉയർത്തെഴുന്നേറ്റില്ലേ? ശത്രുക്കളുടെ മേൽ വിജയം ആഘോഷിക്കാത്ത ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. അവൻ പ്രത്യക്ഷപ്പെട്ടത് പാവം പിടിച്ച മഗ്ദലന മറിയത്തിനും മുക്കുവന്മാരായ ശിഷ്യന്മാർക്കും ഒക്കെയാ. ഈ പുരോഹിത ഗണത്തിനും ഈ ഹെരോദാവിനും ഈ പീലാത്തോസിനും ഒന്നുമല്ല. അവന് വേണമെങ്കിൽ വിജയാരവങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ ചെന്നിട്ട് പറയാമായിരുന്നു. പക്ഷെ അതിന് ഉതിർന്നില്ല. ദൈവാത്മാവുള്ള മനുഷ്യന്റെ വലിയ പ്രത്യേകത അതാണ്. സൗമ്യമായി, ശാന്തമായി വിജയങ്ങളെ ആഘോഷിക്കുവാനായി അവന് സാധിക്കും. പ്രിയമുള്ളവരെ, കഴിഞ്ഞയിടയ്ക്ക് പാമ്പാടി തിരുമേനിയുടെ ജീവചരിത്രം വായിക്കുവാനായി ഇടയായി. പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെ തന്നെ പരിശുദ്ധമായ ജീവിതം നയിച്ചൊരു പിതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ ഒരു ഭാഗം, ഷമ്മാശനായിരിക്കുന്ന അവസരം, 14 വയസ്സോളം ഒക്കെ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് പാമ്പാടി ദേശത്ത് മഴ കിട്ടുന്നില്ല. നിലങ്ങളൊക്കെ വളരെയധികം കരിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇന്നത്തെ പോലെയല്ല, അന്ന് കൃഷി ചെയ്തൊക്കെയാ ജീവിക്കുന്നത്. വേനൽ അതിശക്തമായിരിക്കുന്നു. കൃഷി ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല. അതിശക്തമായ വേനൽ. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ജനങ്ങളെല്ലാം പരസ്പരം ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ ഈ കൊച്ചു ഷമ്മാശൻ അവരോട് പറയുകയാണ്, ഇതിനൊരു പരിഹാരം ഉപവാസവും പ്രാർത്ഥനയുമേ ഉള്ളൂ. ഷമ്മാശൻ പറഞ്ഞു, നമുക്ക് പള്ളിയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്താം. എല്ലാവരും സമ്മതിച്ചു. 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി. എല്ലാവരും വിചാരിച്ചു, ഈ പയ്യൻ, ഈ ഷമ്മാശൻ പറയുന്ന പോലെ മഴ ആദ്യത്തെ ദിവസം തന്നെ പെയ്യുമെന്നാ വിചാരിച്ചേ.
ആദ്യ ദിവസം നോക്കി മഴ പെയ്തില്ല, ക്ഷമിച്ചു. രണ്ടാമത്തെ ദിവസം നോക്കി ഉപവാസം കഴിഞ്ഞു, മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പെയ്തില്ല. മൂന്നാമത്തെ ദിവസം ഉച്ചയായി, എന്നിട്ടും മഴ പെയ്യുന്നില്ല. എല്ലാരും ഷമ്മാശനെ ആക്ഷേപിക്കാൻ തുടങ്ങി. അല്ലേ ഷമ്മാശ, നിങ്ങളല്ലേ പറഞ്ഞത് മഴ പെയ്യും, ഉപവസിച്ചാ മതി? ഞങ്ങൾ വിചാരിച്ചു ആദ്യത്തെ ദിവസം തന്നെ മഴ പെയ്യുമെന്ന്. ആദ്യത്തെ ദിവസം മഴ പെയ്തില്ല, രണ്ടാം ദിവസം പെയ്തില്ല, ഇപ്പോൾ ഉച്ചയായിട്ടും എന്തേ മഴ പെയ്യാത്തത്? കൊച്ചു ഷമ്മാശൻ ഒന്നും വേണ്ടിയില്ല, ശാന്തനായതെല്ലാം കേട്ടു. വൈകുന്നേരമായി 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞു. എല്ലാവരും കഞ്ഞി കുടിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇതാ അതിശക്തമായി മേഘാവൃതമായിരിക്കുന്ന ആകാശം, അതിശക്തമായ മഴ പെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൊച്ചു ഷമ്മാശനെ തിരക്കി നടന്നു. മറ്റൊന്നിനുമല്ല, അതുവരെ ആക്ഷേപിച്ചവരും കൂടെയുണ്ട്. അവരെല്ലാം ഈ ഷമ്മാശനെ ഒന്ന് അഭിനന്ദിക്കുവാൻ വേണ്ടി, പുകഴ്ത്തുവാൻ വേണ്ടി വന്നതാണ്. പ്രിയമുള്ളവരെ, അവിടെങ്ങും ഈ കൊച്ചു ഷമ്മാശനെ കണ്ടില്ല. ഷമ്മാശനെ അവിടെങ്ങും കണ്ടില്ല. അവർ പലയിടത്തും തിരഞ്ഞു നോക്കി. എന്നാൽ ഈ ഷമ്മാശന് മഴ വന്നപ്പോൾ ആ ജനത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി നിന്നിട്ട് പറയാമായിരുന്നു, നിങ്ങളല്ലേ പറഞ്ഞത് മഴ പെയ്യാൻ എന്താണെന്ന് എന്നെ ആക്ഷേപിച്ചതല്ലേ? ഇപ്പൊ കണ്ടോ മഴ പെയ്യുന്നത്? പക്ഷേ അതിനൊന്നും ഈ ഷമ്മാശൻ മുതിർന്നില്ല. ആരോ ഒരാൾ എന്തോ ആവശ്യത്തിനായി വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ കണ്ടത് ത്രോണോസിന്റെ മുമ്പിൽ മുട്ടുമേ നിൽക്കുന്ന ഒരു കൊച്ചു ഷമ്മാശനെയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഷമ്മാശനായിരുന്നു പിന്നീട് പാമ്പാടി തിരുമേനിയായി മാറിയത്. നമ്മുടെ പിതാക്കന്മാരുടെ മാതൃകകൾ ഇതായിരുന്നു. വിജയാരവങ്ങൾ ഉയർത്താത്ത ജീവിതചര്യയായിരുന്നു പിതാക്കന്മാർക്കുണ്ടായിരുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനി, അദ്ദേഹം ഒരു പബ്ലിസിറ്റിക്കും മുതിർന്നില്ല. ഫ്ലെക്സുകൾ അടിച്ചിട്ട് സൗഖ്യദാന ശുശ്രൂഷ എന്ന് പറഞ്ഞ് അദ്ദേഹം എങ്ങും പോയില്ല. തേടി വരേണ്ടവർ തേടി തന്നെ വന്നു. അത് ജീവിത കാലഘട്ടം മാത്രമായിരുന്നില്ല, ജീവിതത്തിനപ്പുറമായി സ്വർഗീയ മധ്യസ്ഥനായി പൗലോസ്ലീഹ പറയുന്ന പോലെ ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരിക്കുവാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിനോട് മാത്രമേ നമുക്ക്, പരിശുദ്ധ തൃത്വത്തോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധന്മാരും നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു വലിയ അവസ്ഥയിലേക്ക് നമ്മളും ഉയരണം. വിജയാരവങ്ങൾ ഉയർത്താത്ത ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാവണം. പബ്ലിസിറ്റിക്കല്ല. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി, അഭിനന്ദനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി, പുകഴ്ത്തൽ കിട്ടുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന സമൂഹത്തെയാണ്. എന്നാൽ ജോസഫ് അങ്ങനെയായിരുന്നില്ല. യാതൊരു വിധമായ വിജയാരവങ്ങളും ഉയർത്താനായി ശ്രമിച്ചില്ല. അദ്ദേഹം പറയുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്നുള്ളതുപോലെ സകലവും നന്മയായി ഭവിക്കേണ്ടതിന് സകലവും യഹോവയായ ദൈവം നന്മയ്ക്കാക്കി തീർത്തു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. വിജയാരവങ്ങൾ ഉയർത്താത്ത ജീവിതചര്യ. സഹദേന്മാർക്കതായിരുന്നു ഉണ്ടായിരുന്നത്, ഏവർക്കും അതായിരുന്നു ഉണ്ടായിരുന്നത്. മറന്നു പോകരുത്. നമുക്ക് ചേർന്ന് പാടാം. ഹാ മഗേശ കരുണേശ
പൊന്നു താതാ നീ എനിക്കായി ഹാ മകേശ, പൊന്നു താതാ നീ എനിക്കായി വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എൻ്റെ ദേഹിവ്രത കലങ്ങുന്നതെന്തിനായി, എൻ്റെ എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ജ്ഞാനീശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെയുള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നെൻ്റെയുള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ, വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ, രക്ഷകേനൻ കാലുകൾക്കു തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ജ്ഞാനീശോണി തന്നിൽ ഏതും കാര്യമില്ലെന്നെൻ്റെയുള്ളം ചൊല്ലുന്നു. ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ നാലാമത്തെ പ്രത്യേകത ഇതാണ്. വിജയാരവങ്ങൾ ഉയർത്താത്ത ജീവിതചര്യയാണ്. എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും, വൈഷമ്യമുള്ള ഏത് കുന്ന് ഞാൻ കരകയറേണ്ടി വന്നാലും അവിടെയെല്ലാം മാനിനെ പോലെ എനിക്ക് ഓടുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട്. പക്ഷേ ഞാൻ വിജയാരവങ്ങൾ ഉയർത്താത്തവനായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത ഉറവിടം വിസ്മരിക്കാത്ത ജീവിതം എന്നുള്ളതാണ്. ഉറവിടത്തെ വിസ്മരിക്കാത്ത ജീവിതം എന്നുള്ളതാണ് ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത. അവസാനമായുള്ളൊരു ചിന്തയാണ്, ഉറവിടങ്ങളെ വിസ്മരിക്കാത്തവരായിരിക്കും ദൈവാത്മാവുള്ള മനുഷ്യർ. സ്വഭാവബോധം, സ്വന്തം ഐഡന്റിറ്റി അത് നഷ്ടപ്പെടുത്തുവാനായി അവർ തയ്യാറാകില്ല. ഉൽപ്പത്തി പുസ്തകം 41:45 കാണുന്നു, ഫറവോൻ ജോസഫിന് മിസ്രൈമ്യ നാമമാണ് നൽകുന്നത്. സാപ്നത് പനേഗ്, മിസ്രൈമ്യ നാമമാണ് ഫറവോന് ജോസഫിന് നൽകുന്നത്. പ്രസിദ്ധമായ മിസ്രൈമ്യ കുടുംബത്തിൽ നിന്ന് ആണ് ജോസഫിന് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി കൊടുക്കുന്നത്. പക്ഷേ ഫറവോൻ ജോസഫിന് മിസ്രൈമ്യ നാമം നൽകിയെങ്കിലും ജോസഫ് തന്റെ 2 ആൺമക്കൾ ഉണ്ടായപ്പോൾ അവർക്ക് മിസ്രൈമ്യ നാമമല്ല നൽകുന്നത്. അധ്യായം 51 വാക്യത്തിൽ കാണുന്നു, എബ്രായ നാമമാണ് ജോസഫ് തൻ്റെ മക്കൾക്ക് നൽകിയത്. മനുഷ്യ എന്നും എഫ്രീം എന്നും 2 എബ്രായ നാമം. തൻ്റെ പാരമ്പര്യം
തൻ്റെ സംസ്കാരം അത് നഷ്ടപ്പെടുത്തുവാനായി അദ്ദേഹം ശ്രമിച്ചില്ല. ആരെങ്കിലും എനിക്ക് എന്ത് പേര് തന്നോട്ടെ, കുഴപ്പമില്ല, എന്നാൽ ഞാൻ കൊടുക്കുന്നത് എൻ്റെ പാരമ്പര്യമായിരിക്കും, എൻ്റെ പാരമ്പര്യത്തിലുള്ള നാമങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കേ, മിസ്രൈം നാട്ടിൽ വന്നിട്ടും ഫറവോന്റെ ദേവീദേവന്മാരെയോ അവിടെ ഉണ്ടായിരുന്ന ആചാര അനുഷ്ഠാനങ്ങളിലോ ഒന്നും ഇദ്ദേഹം ആകൃഷ്ടനാകുന്നില്ല. മറിച്ച് യഹോവയായ ദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നത്. അദ്ദേഹം സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇതൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നതല്ല, ജീവനുള്ള ദൈവമായ യഹോവയായ ദൈവമാണ് അങ്ങേക്ക് സ്വപ്നം വെളിപ്പെടുത്തി തന്നത്. പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ മാറിക്കൊള്ളട്ടെ, പശ്ചാത്തലങ്ങൾ മാറിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലപാട് പ്രകാരമാണ്. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ സത്യവിശ്വാസം, ഉറവിടങ്ങൾ, അതിനെ വിസ്മരിക്കുവാനായി നാം തയ്യാറാവുന്നുണ്ടോ? വിദേശ നാടുകളിലേക്കൊക്കെ പോകാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ കേരളത്തിന് വെളിയിൽ വിട്ട് പഠിപ്പിക്കാറുണ്ട്. അവിടെയൊക്കെ പോയി കഴിയുമ്പോൾ വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനം സംഭവിക്കാറുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ ജോസഫ് ഉത്തമ മാതൃകയാണ്. മിസ്രൈമിലേക്ക് പോയിട്ടും അദ്ദേഹം തൻ്റെ എബ്രായ പാരമ്പര്യം, തൻ്റെ എബ്രായ വിശ്വാസങ്ങൾ, മതവിശ്വാസം, അതൊന്നും വിസ്മരിച്ചു കളയുവാനായിട്ടോ അതൊന്നും തച്ചുടച്ചുകൊണ്ട് പുതിയ വിശ്വാസ ജീവിതചര്യയിലേക്ക് ചേക്കേറുവാനായിട്ടോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട വലിയ ഒരു സത്യമാണ്. നവീകരണാശയങ്ങളും മറ്റുമൊക്കെ ഉണ്ടായപ്പോഴും, പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴും സഭയൊക്കെ പിതാക്കന്മാർ പിടിച്ചു നിർത്തി. പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെയൊക്കെ ഉള്ളവർ സത്യവിശ്വാസത്തിൽ ഈ സഭയെ പിടിച്ചു നിർത്തി, നമ്മുടെ വിശ്വാസത്തെ പിടിച്ചു നിർത്തി, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തെ അതിനെ കൂടുതൽ കൂടുതൽ പ്രചരിപ്പിച്ച് നമുക്ക് തന്നു. പ്രിയമുള്ളവരെ, എവിടെ പോയാലും എങ്ങനെയായാലും നിന്റെ ഉറവിടങ്ങളെ നീ വിസ്മരിച്ചു കളയരുത്. ശത്രുക്ക് മേശക് അഭേദനഹോ, നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിലായിട്ടും അവർ രാജഭോജനത്തിനോ രാജാവുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനോ അവർ തയ്യാറായില്ല. അവർ പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ആശയമാണ്. അവർ രാജഭോജനം കഴിച്ചവരെക്കാളും പുഷ്ടിയുള്ളവരായി തീർന്നു. ഉപവാസത്തിന്റെ വാഗ്ദാനം അവർ ഉൾക്കൊണ്ടപ്പോൾ അവർ ശോഭയുള്ളവരായി മാറി. നമ്മുടെ ജീവിത സാഹചര്യത്തിലും മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറ്റുവാനായിട്ടുള്ളതല്ല വിശ്വാസം. സ്തുതിയും സ്തോത്രവും നമ്മെ പോലെ അർപ്പിക്കുന്നവരുണ്ടോ? ചിന്തിച്ചു നോക്കിയേ. നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ. വിധി നീതി അയ്യോ ചെയ്യരുതേ. ഞാൻ പാതകിയെന്നറിയും നേ. സർവകടങ്ങളും ആരാഞ്ഞാൽ നരകം താനൻ നവകാശം. നിന്നെ വിളിപ്പാൻ കഴിവന്നേ. മൗനം മൃതിയാൽ ഞാൻ പോകും. ഇതുപോലെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന മഹനീയമായ പാരമ്പര്യം, പ്രിയമുള്ളവരെ, ആ ഒരു ഉറവിടം നാം വിസ്മരിച്ചു കളയരുത്. ജോസഫ് തന്റെ പാരമ്പര്യങ്ങളും എബ്രായ സംസ്കാരവും അത് വിട്ടുകളയുവാൻ തയ്യാറായില്ല. നാം പാടുന്നുണ്ട്, സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം,
ഞങ്ങളിലെന്നും ഇതുപോലെ സ്തോത്രം അർപ്പിക്കുന്ന മഹനീയമായ പാരമ്പര്യം വേറെ എവിടെയുണ്ട്? ഇത്ര ഉത്കൃഷ്ടമായ ഒരു വിശ്വാസ ആചാരങ്ങൾ, ഉറവിടങ്ങൾ വിസ്മരിക്കാതെ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ ജീവിതം അനുകരിപ്പീൻ, അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഇത് ഞാൻ പറയുന്നതല്ല. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നതാണ്. നമ്മളെ ദൈവവചനം അറിയിച്ച പിതാക്കന്മാരെ, മാതാക്കളെ ഒക്കെ ഓർക്കുക എന്നുള്ളതും അവരുടെ ജീവാവസാനം ഓർക്കാനാ പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ വാങ്ങിപ്പോയ ദിവസം നാം അനുസ്മരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു തലത്തിൽ ഉറവിടങ്ങളെ വിസ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവാത്മാവുള്ള മനുഷ്യന്റെ പ്രത്യേകതയാണ് അവൻ ഉറവിടങ്ങളെ വിസ്മരിക്കുകയില്ല. തൻ്റെ പാരമ്പര്യങ്ങളെ, തൻ്റെ ജീവിതാനുഷ്ഠാനങ്ങളെ, തനിക്ക് ലഭിച്ച പിതൃസ്വത്ത് പോലെ അതിനെ ഭംഗുരം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. അചഞ്ചലമായ വിശ്വാസം അത് പുലർത്തുന്നവരായിരിക്കും. പ്രിയമുള്ളവരെ, നാം ചിന്തിച്ചത് ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ 5 പ്രത്യേകതകളാണ്. ജോസഫിൽ ദർശിച്ചതായ 5 പ്രത്യേകതകൾ ഫറവോൻ പറയുകയാണ്. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് പറയുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ? ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ? നമുക്കും പറയുവാനായി സാധിക്കുമോ? നമ്മെ പറ്റിയും പറയുവാനായി സാധിക്കുമോ? ദൈവാത്മാവുള്ള അദ്ദേഹത്തെ പോലെ, ദൈവാത്മാവുള്ള ഈ സ്ത്രീയെ പോലെ ഒരാളെ ഈ പള്ളിയിൽ കണ്ടു കിട്ടുമോ? ഈ സമൂഹത്തിൽ കണ്ടു കിട്ടുമോ എന്ന്? പ്രിയമുള്ളവരെ, ദൈവാത്മാവുള്ള മനുഷ്യന്റെ 5 പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്നാമതായി, വലയുന്ന സാഹചര്യത്തിലും ഉലയാത്ത വിശ്വാസം. രണ്ടാമതായി, സാധ്യതകളെ തിരിച്ചറിയുന്ന മഹനീയ വ്യക്തിത്വം. മൂന്നാമതായി, പ്രതികാര സാധ്യതകളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഉപകാരം. നാലാമതായി, വിജയാരവങ്ങൾ ഉയർത്താത്ത ജീവിതചര്യ. അഞ്ചാമതായി, ഉറവിടങ്ങളെ വിസ്മരിക്കാത്ത ജീവിതം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ നമ്മെപ്പറ്റി മറ്റുള്ളവർ പറയും, അവൻ ദൈവാത്മാവുള്ള മനുഷ്യനാണ് എന്ന്. നമ്മെപ്പറ്റി നമ്മുടെ സമൂഹം പറയും, നമ്മുടെ സഭ പറയും, നമ്മുടെ പള്ളിക്കാർ പറയും, അദ്ദേഹം അല്ലെങ്കിൽ ആ സ്ത്രീ അവർ ദൈവാത്മാവുള്ളവരാണ് എന്ന്. അപ്രകാരം പറയുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.